Students, we are now turning to the topic triggers. So trigger is actually like the assertion, we are giving some enhancement to the created table. So assertion, we know it is actually creating an extra constraints which can be created with the basic constraint. So we created with assertion. So it's actually giving some modification to our created table. So assertion is like that a particular record will be accepted or rejected by the table based on the assertion. So that is actually the thing about the assertion. But when it comes to trigger, it is not a concept to reject our record. So it's actually, as the name specifies, is actually triggering some actions. So on insertion of a record or on updating a particular record or deleting a particular record, okay, so automatically some other action will be executed. The action can be execution of another SQL statement or executing another code like Java code or another sending an SMS. So this type of things will be automatically do while we are inserting or doing something on the table. So ഇത് നേരത്തെ കണ്ട പോലെ ഒരു കൺസ്ട്രെയിൻസ് ഒന്നുമല്ല, ആക്ഷൻ ഓട്ടോമാറ്റിക്കലി പെർഫോം ചെയ്യുക ഒരു യൂസർ ചെയ്തൊരു ആക്ഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്. ഓക്കെ, so create trigger is actually the keyword that we are using, which can be used to specify the automatic action that the database system will perform when certain events or condition occur. So it can be used by the user done a thing against the rule of their management or something. അങ്ങനെയൊക്കെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് വെക്കാൻ പറ്റും. So one example is given: a manager want to informed if an employee's travel expense exceeds a certain limit by receiving a message whenever this occur. അതായത് നമ്മുടെ ഒരു ഏതൊരു എംപ്ലോയി ടേബിൾ അല്ലെങ്കിൽ ട്രാവൽ ടേബിൾ ഉണ്ട്, ആൻഡ് വി ആർ ഇൻസേർട്ടിങ് ദ ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയീസ് ട്രാവൽ വൈൽ ഹീ ഈസ് കംപ്ലീറ്റഡ് ട്രാവൽ ഓർ ഹീ ഈസ് ബിഗിൻ ഹിസ് ട്രാവൽ. സോ ഓരോ പ്രാവശ്യം ഓട്ടോമാറ്റിക് ഇൻസേർട്ട് ചെയ്യാൻ നേരത്തെ ഓട്ടോമാറ്റിക്കായി ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ എപ്പോഴേലും ആ കോസ്റ്റ് എക്സീഡ് ചെയ്ത് ഒരു സർട്ടൺ ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാനേജറിനുള്ള ഇൻഫർമേഷനായി മാറണം. മാനേജർ ഓട്ടോമാറ്റിക്കലി SMS ഓർ ഇമെയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോസസ്സ് അവിടെ കോൾ ചെയ്യണം. പറഞ്ഞ് മനസ്സിലായോ? സോ നിങ്ങളിത് PLSQL ചെയ്യാൻ നേരത്തെ നമ്മൾ ഈ കുറച്ച് ഫംഗ്ഷൻസ് എന്നൊക്കെ സംഭവമാണ് നമുക്ക് പഠിക്കുകയല്ല. അതുപോലെ ട്രിഗർ എന്ന് പറയുന്നതൊക്കെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരുള്ള എക്സാമ്പിൾ ഞാൻ പറയും. ബട്ട് നിങ്ങൾക്ക് ലാബിലേക്ക് ചിലത് കൂടുതൽ അറിയാനുണ്ട്, അവിടെ നിങ്ങൾ കൂടുതൽ പഠിക്കുകയും ചെയ്യും ട്രിഗറിനെ പറ്റി. അവിടെ ഫംഗ്ഷൻസ് ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഫംഗ്ഷൻ പഠിച്ചു കഴിയുമ്പോൾ ട്രിഗറിൻ്റെ അകത്തെ ഈ പറഞ്ഞ ആക്ഷൻ ഫംഗ്ഷൻ കോൾ ചെയ്യാനൊക്കെ ഉപയോഗിക്കും. ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ട്രിഗർ സംഭവിക്കുമ്പോൾ ഈ പാർട്ടിക്കുലർ ഫംഗ്ഷൻ നിങ്ങൾക്ക് കോൾ ചെയ്യിക്കാനൊക്കെ പഠിക്കാം. നമുക്ക് തൽക്കാലം നമ്മൾ തിയറി പേപ്പർ ഫംഗ്ഷൻസ് പഠിക്കാനില്ല, ബട്ട് ട്രിഗർ നമുക്ക് പഠിക്കാനുണ്ട്. സോ ദിസ് ഈസ് ദ സിൻടാക്സ് ഫോർ ക്രിയേറ്റിംഗ് ദ ട്രിഗർ. The first create, then it's an optional thing. This is an optional thing. നമ്മൾ യൂസ് ചെയ്യാറില്ല, യൂസ് ചെയ്യാൻ പറ്റും. കറൻ്റ് ഏത് യൂസറിനാണ് സ്പെസിഫൈ ആയത്. ഇപ്പം എല്ലാ യൂസേഴ്സും ചെയ്യുമ്പം നിർബന്ധമില്ല ട്രിഗർ, പക്ഷേ ഇന്ന ഈ ഒരു യൂസർ ഇൻസേർട്ട് ചെയ്ത് മാത്രം എന്ത് ചെയ്യാതെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അങ്ങനെയൊക്കെയുള്ള കേസാലും ട്രിഗർ റൺ ചെയ്താൽ മതി എന്ന രീതിയിലാണെങ്കിൽ നമുക്ക് യൂസറിനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. And after specifying user, we have to write the keyword trigger. Then you have to provide the name of the trigger, as we saw in assertion അല്ലെങ്കിൽ create table ഒക്കെ കണ്ടെടുത്തൊക്കെ നമ്മൾ നെയിം കൊടുത്ത പോലെ ട്രിഗറിൻ്റെ നെയിം കൊടുക്കണം. Then next is trigger time, triggering event, and ഏതൊക്കെ കോളത്തിന് ചേഞ്ച് വന്നാലാണ് ട്രിഗർ ചെയ്യേണ്ടത്, ഇനി ഏത് ടേബിളിൽ, ആൻഡ് എല്ലാ റോസിലും വേണം അപ്ഡേറ്റ് ചെയ്യാൻ. ഇനി അത് കഴിഞ്ഞ് അതിന് വേറൊരു കണ്ടീഷൻ കൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ ഒരു കണ്ടീഷനും കൂടെ ഉണ്ടെങ്കിൽ മാത്രം ട്രിഗർ ചെയ്താൽ മതി. മനസ്സിലായി? ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
സോ ഇവിടെ ട്രിഗറിങ് ടൈം എന്ന് പറയുന്നതാണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ ട്രിഗറിങ് ടൈം എന്ന് പറയാൻ ബിഫോർ ഓർ ആഫ്റ്റർ. അപ്പം ദെൻ ട്രിഗറിങ് ഇവൻ്റ് എന്ന് പറയുന്നത് തന്നെ കൊടുത്തേക്കുന്നത്. ട്രിഗറിങ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് ആകാം, അപ്ഡേറ്റ് ആകാം, ഡിലീറ്റ് ആകാം. സോ ഒരുമിച്ച് വായിച്ച് നോക്കുകയാണ്. സപ്പോസ് വി ക്യാൻ സെലക്ട് ബിഫോർ ഫ്രം ട്രിഗറിങ് ടൈം ആൻഡ് ഇൻസേർട്ട്. സോ വായിക്കുകയാണെങ്കിൽ ട്രിഗർ എക്സിക്യൂട്ട് ചെയ്യണം ബിഫോർ ഇൻസേർട്ടിങ്, അല്ലെങ്കിൽ ബിഫോർ അപ്ഡേറ്റിംഗ്, ബിഫോർ ഡിലീറ്റിംഗ്. സോ ഡിലീറ്റ് എന്ന ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ട്രിഗർ കോൾ ചെയ്യണം. മനസ്സിലായോ? ചിലപ്പോൾ ഇവിടെ അപ്പം നമുക്ക് ട്രിഗറിൻ്റെ അവസാനത്തെ കണ്ടീഷൻ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ബോഡി വെച്ചുകൊണ്ട് ചിലപ്പോൾ ആ ഡിലീഷൻ നടന്നു വരികയില്ല. തിരിച്ചാണെങ്കിൽ ആഫ്റ്റർ ഇൻസേർട്ടിങ്, ആഫ്റ്റർ അപ്ഡേറ്റിംഗ്, ആഫ്റ്റർ ഡിലീറ്റിംഗ്. സോ മോഡിഫിക്കേഷൻ ഓഫ് ദ ടേബിൾ ഓൾറെഡി നടന്നു കഴിഞ്ഞ ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ട്രിഗർ കോൾ ആവുന്നത്. സോ അതാണ് ആ ഒരു രണ്ടിൻ്റെ വ്യത്യാസം. So here we can see, suppose we want to check whenever an employee's salary is greater than the salary of his or her direct supervisor in the company's database. So നമ്മൾ ഇന്നലെ ഇതേ എക്സാമ്പിൾ തന്നെ നമ്മൾ കണ്ടത് ഒരു കൺസ്ട്രെയിൻ ഉണ്ടാക്കി വെക്കുകയത് മാനേജറിൻ്റെ സാലറിക്കെല്ലാം ആണെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ പാടില്ലെന്നായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, മാനേജറിൻ്റെ സാലറിയെക്കാളും കൂടുതലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ. സോ ഏകദേശം SQL ക്വറി എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പം ആ ഒരു കേസിൽ അവിടെ ഇൻസേർട്ട് ആവോ ഡിനേ ചെയ്യുകയോ ചെയ്തിരുന്നത്. നമ്മളിവിടെ അങ്ങനെയല്ല, ഒരു ആക്ഷൻ കോൾ ചെയ്യുക. ചിലപ്പോൾ ആക്ഷൻ കോൾ ചെയ്യുന്നതിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് റെക്കോർഡ് ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ മാനേജർ SMS അയക്കുന്നതാകാം. ഇങ്ങനെ എന്തെങ്കിലും പല കാര്യങ്ങളായിരിക്കാം ഉണ്ടാവുക. സോ ഹിയർ വി ക്യാൻ സി വി ആർ ക്രിയേറ്റ് ട്രിഗർ and the name of the trigger is salary violation and we are not specifying the user. Next, before insert or update. So of column name salary and supervisor SN. So നമുക്കിവിടെ രണ്ട് കേസ് എടുത്തിരിക്കുന്നു. ഇവിടെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ട്രിഗർ നടക്കേണ്ട എപ്പോഴാക്കിയാൽ മാനേജറിൻ്റെ സാലറി എംപ്ലോയിയുടെ സാലറിയേക്കാളും ചെറുതാവും, അല്ലെങ്കിൽ എംപ്ലോയിയുടെ സാലറി മാനേജറുടെ സാലറിയേക്കാളും വലുതാവുന്നൊരു സിറ്റുവേഷൻ. അതിന് രണ്ട് കേസുണ്ട്. ഒന്ന് എംപ്ലോയിയുടെ സാലറി കൂട്ടുക, ഇല്ലെങ്കിൽ എംപ്ലോയിക്ക് പറഞ്ഞിരിക്കുന്ന മാനേജർ മാറിയാലും മതി. ചിലപ്പോൾ വരുന്ന പുതിയ മാനേജർ സാലറി അത്രയും കാണില്ല, അപ്പോൾ ബാക്കിയുള്ള എംപ്ലോയീസിന് ചിലപ്പോൾ കൂടുതലുണ്ടാകുന്നതായിരിക്കും. ഇങ്ങനത്തെ രണ്ട് കേസസ് വരാം. സോ ചേഞ്ചിങ് ദ എംപ്ലോയി സാലറി ആകാം, അല്ലെങ്കിൽ എംപ്ലോയി സൂപ്പർവൈസർ മാറിയാലും മതി. അല്ലെങ്കിൽ പറയാം എംപ്ലോയി സൂപ്പർവൈസറിൻ്റെ സാലറി അറിയാതെ കുറഞ്ഞു പോവുക. ഇതൊക്കെ ആക്ഷൻസാണ്. സോ വി ആർ സെലക്ടിങ് ദ കോളം സാലറി എന്ന് പറഞ്ഞ കോളത്തിൽ അപ്ഡേഷൻ വരിക, അല്ലെങ്കിൽ സൂപ്പർവൈസർ SSN എന്ന് പറഞ്ഞ കോളത്തിൽ അപ്ഡേഷൻ വരിക. നമ്മുടെ പണ്ടത്തെ എംപ്ലോയി ടേബിളാണ് ഈ പറയുന്നത്. ഓൺ ദ ടേബിൾ എംപ്ലോയി ഫോർ ഈച്ച് റോ. സോ ഫോർ ഈച്ച് റോ കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞ വെൻ കണ്ടീഷൻ നമ്മൾ നേരത്തെ കണ്ടു, സിൻറ്റാക്സിൽ കണ്ടതൊരു ഓപ്ഷണൽ കേസാണ് വെൻ എന്ന് പറയുന്നത്. സോ വെൻ കണ്ടീഷൻ നടന്നില്ല എങ്കിൽ എന്ത് ചെയ്യും, ഈ അപ്ഡേഷൻ ഓഫ് ദ സാലറിയും സൂപ്പർവൈസർ SSNനും എന്തെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്താൽ, അല്ലെങ്കിൽ ഇൻസേർഷൻ നടന്നു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും, ഓരോ റെക്കോർഡിനും ഈ പറഞ്ഞ താഴോട്ടുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യും. ഹിയർ യു ക്യാൻ സി വി ആർ ക്രിയേറ്റഡ് എ ഫംഗ്ഷൻ ഇൻഫോം സൂപ്പർവൈസർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഇൻഫോം സൂപ്പർവൈസർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, അതതിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ പിന്നെ ഉണ്ട്. നമുക്ക് എത്രക്കാലം ഫംഗ്ഷൻ എന്ന കൺസെപ്റ്റ് നമുക്ക് പഠിക്കുന്നില്ല. സോ ഈ ഇൻ ബിറ്റ്വീൻ വെന്ന് തന്നിട്ടില്ല എങ്കിൽ ഫോർ ഈച്ച് റോയ്ക്ക് എന്ത് ചെയ്യും, ഈ ഇൻഫോം സൂപ്പർവൈസർ കോൾ ചെയ്യും. പക്ഷെ നമുക്ക് ഇവിടെ ഒരു കേസുണ്ട്, സാലറിയും കൂടുകയോ സൂപ്പർവൈസേഴ്സിന് മാറുകയോ ചെയ്യാം. കണ്ടീഷനുണ്ട് എപ്പോഴാണ് കോൾ ചെയ്യേണ്ടത്, സാലറി മാനേജറിനേക്കാളും കൂടുമ്പോഴോ അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് വെച്ചുകൊണ്ട് സാലറി മാറുകയോ ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ. സോ എപ്പോഴും കോൾ ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ വി നീഡ് ടു ഗീവ് എ വെൻ കണ്ടീഷൻ. ആൻഡ് ഇവിടെ ഇനി പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ന്യൂ ഉണ്ട്. ഞാൻ ഈ എക്സാമ്പിൾ ഇല്ലെങ്കിലും ഒരു കീവേഡും കൂടെ ഉണ്ട്, ഓൾഡ്. ഇങ്ങനെ രണ്ട് കീവേഡ്സ് ഉണ്ട്, ഓൾഡ് ആൻഡ് ന്യൂ. ഈ ഓൾഡ് ന്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു റെക്കോർഡിൽ സാലറി, ഇപ്പം എല്ലാവരുടെയും സാലറി ഓരോ റെക്കോർഡ് എടുത്ത് നോക്കുക. അപ്പം നമ്മളിപ്പം കൊടുത്തിട്ട് ഇതാണ് അപ്ഡേറ്റ് ക്വറിയാണ്, ഓരോരുത്തരുടെ സാലറിക്ക് 10% ഇൻക്രിമെൻറ്റ് 10% ഇൻക്രിമെൻ്റ് ആണ് കൊടുത്തതെന്ന് കരുതുക. അപ്പം ഓരോ റെക്കോർഡിൽ ആദ്യത്തെ റെക്കോർഡിൽ ഫോർ ഈച്ച് റോ എന്ന് പ്രത്യേകത എഴുതിക്കുന്നത് അതുകൊണ്ടാണ്, ഫോർ ഈച്ച് റോ. സോ ഫസ്റ്റ് റോ എടുത്തു, ആ റെക്കോർഡിൽ എങ്ങനെയാണ് നമ്മൾ ഈ ന്യൂ എന്ന് പറയുന്ന കമാൻഡ്, ഓൾഡ് എന്ന് പറയുന്ന രണ്ട് കീവേഡ്സ്. അതായത് നമ്മളിപ്പോൾ ഒരു സാലറി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ഓക്കെ, ഒരു റോ ഓൾറെഡി ഉണ്ടായിരുന്നു, അതിനാണ് അപ്ഡേറ്റ് ചെയ്യുക. 10% ഇൻക്രിമെൻറ്റ് നമ്മൾ കൊടുക്കുന്നത്. സോ ബിഫോർ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. ബിഫോർ ദി ഇവൻറ്റ് ഓർ ആഫ്റ്റർ ദി ഇവൻറ്റ് രണ്ടായാലും അതെ. നമുക്ക് ഈ പറഞ്ഞ ട്രിഗറിൻ്റെ ഒരു കേസിൽ ട്രിഗർ നടക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അപ്ഡേഷൻ അല്ലെങ്കിൽ ഇൻസേർഷൻ നടക്കുന്നതിന് മുന്നേ ഉള്ള, ഇൻസേർഷനിലല്ല മെയിൻലി അപ്ഡേഷനിലാണ് കേസ് നമുക്ക് വർക്ക് ചെയ്യുന്നത്. അപ്ഡേഷൻ്റെ കേസിൽ നേരത്തെ അയാളുടെ സാലറി 1000 ആയിരുന്നു. പിന്നത്തെ സാലറി 10% ഇൻക്രിമെൻറ്റ് കൊടുത്തപ്പോൾ അയാൾക്ക് കിട്ടുന്ന സാലറി 1100 എന്ന് കരുതുക. അപ്പം നമുക്ക് ഈ പറഞ്ഞ കണ്ടീഷൻസിൽ അല്ലെങ്കിൽ താഴോട്ടുള്ള ഫങ്ഷൻസിലോ നമുക്ക് എന്ത് വേണം, സാലറി പഴയതും പുതിയതും എടുക്കാൻ പറ്റണം. അതിനുള്ളൊരു ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. അതിനാണ് നമ്മൾ ന്യൂ എന്ന് പറയുന്ന കീവേഡ്സ് യൂസ് ചെയ്യുന്നത്. സോ ന്യൂ ഡോട്ട് സാലറി എന്ന് പറഞ്ഞാൽ 1100 ആയിരിക്കും. ബട്ട് നമുക്ക് അപ്ഡേഷൻ നടന്നെങ്കിലും അല്ലെങ്കിൽ ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്റർ എന്തായാലും ഓൾഡ് ഡോട്ട് സാലറി പറയാൻ നമുക്ക് എന്നെ കിട്ടും, പഴയ സാലറി എടുക്കാൻ പറ്റും. സോ ഇത് ഫംഗ്ഷൻ്റെ അത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻസിൻ്റെ അകത്ത് ഈ ഇൻഫോ സൂപ്പർവൈസർ അല്ലെങ്കിൽ കണ്ടീഷനിൽ തന്നെ നമുക്ക് പഴയതോ പുതിയതും പ്രത്യേകം കൊടുക്കാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷനുണ്ട്. സോ ഇവിടെ നമുക്ക് എത്രയേ ഉള്ളൂ, ന്യൂ ഡോട്ട് സാലറി എടുക്കേണ്ട ആവശ്യം. അതായത് 10% ഇൻക്രിമെൻറ്റിന് ശേഷം, അതാണ് വെൻ ന്യൂ ഡോട്ട് സാലറി. സോ കറൻ്റ്ലി എൻകൗണ്ടർ ചെയ്യുന്ന റോ അയാളുടെ പുതിയ സാലറി 10% ഇൻക്രിമെൻറ്റ് കൊടുത്ത സാലറി എന്ന് പറയുന്നത് എന്നാണ്, അടുത്ത എഴുതിയേക്കാണ് സെലക്ട് സാലറി ഫ്രം എംപ്ലോയി വെയർ SSN ഈക്വൽ ടു ന്യൂ സൂപ്പർവൈസർ SSN. അവിടെ ശരിക്കും സൂപ്പർവൈസർ SSNൻ്റെ അപ്ഡേഷൻ നടന്നിട്ടില്ല. സോ ന്യൂ സൂപ്പർവൈസർ SSNും ഓൾഡ് സൂപ്പർവൈസർ SSNും സെയിം തന്നെയാണ് ഈ ഒരു കേസിൽ. കാരണം ഞാനിവിടെ സാലറിക്കാണ് അപ്ഡേഷൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ന്യൂ സൂപ്പർവൈസർ SSN എന്ന് കൊടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർവൈസർ SSNൽ മോഡിഫിക്കേഷൻ വരാം. അപ്പം സെയിം ട്രിഗർ തന്നെ യൂസ് ചെയ്യുന്നത്, പകരം വേറെ ട്രിഗർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ ഓൾഡ് ആയാലും കുഴപ്പമില്ലായിരുന്നു. സോ ഇവിടെ നമ്മൾ ന്യൂ സൂപ്പർവൈസർ SSN കൊടുത്തത് ന്യൂ ആയി പുതിയ കാരണം സൂപ്പർവൈസർ SSN അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് ന്യൂ ഡോട്ട് സൂപ്പർവൈസർ SSNും ഓൾഡ് ഡോട്ട് സൂപ്പർവൈസർ SSNും സെയിം തന്നെയാണ്. അപ്പം പുതിയ സാലറി വന്നു, ഈച്ച് റോ ഫസ്റ്റ് എൻകൗണ്ടർ ചെയ്ത റെക്കോർഡിന് പുതിയ സാലറി ന്യൂ ഡോട്ട് സാലറി 1100 ഗ്രേറ്റർ ആണോ കറസ്പോണ്ടിങ് സൂപ്പർവൈസർ SSNേക്കാളും എന്ന് ചെക്ക് ചെയ്തു. സോ സെലക്ട് സാലറി ഫ്രം എംപ്ലോയി വെയർ SSN എന്ന് പറയുന്നത് ന്യൂ സൂപ്പർവൈസർ SSN ആണ് എങ്കിലായിരിക്കും നമ്മുടെ ഇൻഫോ സൂപ്പർവൈസർ എന്ന് പറയുന്ന ഫങ്ഷൻ കോൾ ചെയ്യുന്നത്. സോ അത് ബാക്കി ഇൻഫോ സൂപ്പർവൈസർ ഫങ്ഷനിലെ കാര്യങ്ങൾ ബാക്കി ചെയ്യും. അത് ബോഡിയാണ് ഞാൻ പറഞ്ഞു, നമുക്ക് പഠിക്കേണ്ട കാര്യമാണ്, അതങ്ങ് പോട്ടെ. സോ ഓൾഡ് എന്ന് പറയുന്ന കീവേഡ് ഉണ്ട്, ന്യൂ എന്ന് പറയുന്ന കീവേഡ് ഉണ്ട്. ഇനി ഇപ്പം സപ്പോസ് അപ്ഡേറ്റ് ചെയ്ത് സാലറി അല്ല, ഒരാളുടെ സൂപ്പർവൈസർ മാറി, ആ സമയത്ത് എന്ത് ചെയ്യണം, ഈ ഒരു സൂപ്പർവൈസർ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സൂപ്പർവൈസർ മാറിയങ്ങ്, അപ്പോൾ എന്ത് ചെയ്യണം, ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരുടെയും കാര്യം കമ്പയർ ചെയ്യണം. സോ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഓരോ റെക്കോർഡും കമ്പയർ ചെയ്യും. അവിടെ ന്യൂ ഡോട്ട് സാലറി എന്ന് പറയുന്ന സാധനം ഇല്ല, രണ്ട് സെയിം ആണ്. ന്യൂ ഡോട്ട് സാലറിയും ഓൾഡ് ഡോട്ട് സാലറി കൊടുത്താലും സെയിം ആണ്. കാരണം അവിടെ സാലറിക്ക് ആർക്കും അപ്ഡേറ്റ് ആയിട്ടില്ല, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജറാണ് അവിടെ മാറിയിരിക്കുന്നത്. സോ ഇപ്പം എൻകൗണ്ടർ ചെയ്തിരിക്കുന്ന ആദ്യത്തെ എംപ്ലോയിയുടെ സാലറി അത് ന്യൂ ഡോട്ട് സാലറിയും ഓൾഡ് ഡോട്ട് സാലറിയും സെയിം ആണ്, ഈസ് ഗ്രേറ്റർ ദാൻ. ബട്ട് ഇവിടെ ന്യൂ ഡോട്ട് സൂപ്പർവൈസർ ഡിഫറൻ്റ് ആണ്, ഓൾഡ് ഡോട്ട് സൂപ്പർവൈസർ ഡിഫറൻ്റ് ആണ്, രണ്ടും രണ്ട് ആൾക്കാരാണ്. സോ ന്യൂ ഡോട്ട് സൂപ്പർവൈസർ SSNൻ്റെ സാലറിയാണ് നമുക്ക് അറിയേണ്ടത്. അത് ഇപ്പോൾ എൻകൗണ്ടർ ചെയ്ത എംപ്ലോയിക്കാലും ചെറുതാണെങ്കിൽ ട്രിഗർ കോൾ ചെയ്യണം. സോ ഗ്രേറ്റർ ദാൻ എന്ന കണ്ടീഷൻ വർക്ക് ചെയ്തു. എംപ്ലോയിയുടെ സാലറി സൂപ്പർവൈസർ സാലറിക്കാലും ഗ്രേറ്റർ ആണെങ്കിൽ ഇത് കോൾ ചെയ്യും. ആൻഡ് ഇനി ട്രിഗറിന് 3 കമ്പോണൻസ് ഉണ്ട്. നമ്മളിപ്പോൾ കണ്ട സിൻറ്റാക്സിൻ്റെ അകത്തുള്ള കമ്പോണൻസ് തന്നെ. ഒന്നാണ് ഇവൻറ്റ്. സോ ഇവൻറ്റ് ദീസ് ആർ യൂഷ്വലി ഡാറ്റാബേസ് അപ്ഡേറ്റ് ഓപ്പറേഷൻസ് ദാറ്റ് ആർ എക്സ്പ്ലിസിറ്റ്ലി അപ്ലൈഡ് ടു ദ ഡാറ്റാബേസ്. സോ ഇവൻറ്റ്സ് ആർ സ്പെസിഫൈഡ് ആഫ്റ്റർ ദ കീവേഡ് ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്ററും ആകാം. സോ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് ബിഫോറിന് ആഫ്റ്ററിന് ശേഷമാകാം. നമ്മളിപ്പോൾ സിൻറ്റാക്സിൽ കണ്ട പോലെ ബിഫോറും കഴിഞ്ഞ് ആഫ്റ്റർ കഴിഞ്ഞ് നമുക്ക് ഇവൻറ്റ്സ് ഉണ്ട്, ഏതൊക്കെ ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്. സോ നമ്മൾ ഈ പറഞ്ഞ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ബിഫോർ ആണ് കൊടുക്കുന്നതെങ്കിൽ ട്രിഗർ എപ്പോൾ എക്സിക്യൂട്ട് ചെയ്യും, ശരിക്കും ആക്ച്വൽ നടക്കുന്നതിന് മുമ്പ് ബിഫോർ ഇൻസേർട്ടിംഗ് ആണ്. സോ ആക്ച്വൽ ടേബിളിലേക്ക് ഇൻസേർട്ട് ആയിട്ടില്ല, ട്രിഗർ നടന്ന ശേഷമായിരിക്കും ഇൻസേർഷൻ നടക്കുക. ആൻഡ് ആഫ്റ്റർ ആണെങ്കിൽ വിച്ച് സ്പെസിഫൈസ് ദാറ്റ് ട്രിഗർ ഷുഡ് ബി എക്സിക്യൂട്ട് ആഫ്റ്റർ ദ ഓപ്പറേഷൻ സ്പെസിഫൈഡ് ഇൻ ദ ഇവൻറ്റ്. അത് ഇൻസേർഷനോ അപ്ഡേഷനോ നടന്ന ശേഷം, ശരിക്കും ടേബിൾ നടന്നു പോയ ശേഷം എന്ത് ചെയ്യുള്ളൂ, ആ ട്രിഗർ കോൾ ചെയ്യുള്ളൂ. അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്.
ഇനി പറഞ്ഞ കണ്ടീഷനാണ് നമ്മൾ വെൻ കണ്ടീഷൻ പറഞ്ഞു, അതൊരു ഓപ്ഷണൽ കണ്ടീഷനാണ്. അതായത് ട്രിഗർ എപ്പോൾ നടക്കണമെന്ന് വേറൊരു കണ്ടീഷൻ കൊടുത്തേക്കുവാണ്. അതായത് ആഫ്റ്റർ ഇൻസെർഷനോ അല്ലെങ്കിൽ ബിഫോർ ഇൻസെർഷനോ ഒക്കെ കോൾ ചെയ്യണം. ബട്ട് ട്രിഗർ കോളിന് തൊട്ട് പോകുന്ന വേറെ കണ്ടീഷൻ പറഞ്ഞേക്കാണ്, സാലറി ഗ്രേറ്ററോ അല്ലെങ്കിൽ വേറൊരു കണ്ടീഷൻസ് എല്ലാം കൂടെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ആ കണ്ടീഷനുകൾ ട്രൂ ആണെങ്കിൽ മാത്രമേ എന്തുള്ളൂ ട്രിഗർ കോൾ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ആക്ഷൻ പെർഫോം ചെയ്യുള്ളൂ. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ആക്ഷനാണ്. സോ സീക്വൻസ് ഓഫ് എക്സിക്യൂട്ട് സ്റ്റേറ്റ്മെൻറ്റ് ആകാം, അല്ലെങ്കിൽ ഡാറ്റാബേസ് ട്രാൻസാക്ഷൻ ആകാം, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ പ്രോഗ്രാം ആകാം. ഇതെല്ലാം കോൾ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്.